അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ ശ്വാസം വിട്ടുകൊള്ളാം പോവുക. പറ്റുമെന്നുണ്ടെങ്കിൽ 5 or 10 സ്ഥലം അവരുടെ പേരിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എന്നും കൊടുക്കുക, 2 പേരിൽ കൊടുക്കുക, ഒരു വീട് വെച്ചോളാൻ പറയാം. പിന്നെ ഇവർ അതിനു വേണ്ടി തത്രപ്പാട് പിടിച്ച് ഡിസൈൻ ചെയ്ത് ഓടി നടക്കും. അപ്പൊ ഇവർ ഡിവോഴ്സ് ചെയ്യാനും തല്ലുകൂടാനും സമയം ഉണ്ടാവില്ല, മറക്കുകയും ചെയ്യും. മിടുക്കുണ്ടെങ്കിൽ അങ്ങനെ കൂടി ചെയ്തോളാം. പൊക്കോളാൻ പറയണം. എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് പൊക്കുക, എവിടെയാന്ന് വെച്ചാൽ അവിടെ പോയി ജീവിക്കുക. വല്ലപ്പോഴൊക്കെ മക്കൾ ഇങ്ങോട്ട് പോരെ എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പാട്ട് ചീത്തയാകുന്നതിന്, സ്വരം ചീത്തയാവുന്നതിന് മുമ്പ് പാട്ട് നിർത്തണം എന്ന് പറയണ പോലെയാ. ഒരുമിച്ച് നിന്നാൽ കശപിശ ഉറപ്പാ. എന്നാ പിന്നെ വേണ്ട. നമ്മുടെ സ്നേഹം പോവാതിരിക്കുന്ന വഴികള്, പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അത് ഓരോ കുടുംബത്തിന് പറ്റിയ രീതിയിലുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അപ്പൊ കൂട്ടുകുടുംബമല്ല ഈ കാര്യം. ഇനി കൂട്ടുകുടുംബമാവുന്ന ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പൊ അണുകുടുംബം എങ്ങനെ നന്നാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ അണുകുടുംബത്തിന് ശാക്തീകരിക്കാൻ പറ്റും. ഇനി ഒരുമിച്ച് നിൽക്കണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇനി ആരെങ്കിലും നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്നോട്ടെ, വേണ്ടെന്നല്ല. പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാനും മക്കളെ ബ്ലെസ് ചെയ്ത് വിടാനും മാതാപിതാക്കളെ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓക്കെ. ഇനി